ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മേക്കപ്പ് ലുക്കൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള നവരാത്രി ലുക്ക് ചെയ്യുന്നതേ ആദ്യമായിട്ടാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകും, അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പം ആദ്യമായിട്ടാണ് നവരാത്രി ലുക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത്. സോ യാ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനിവിടെ ഈ മൈക്ക് ഇവിടെ വെക്കുക, ഇവിടെ വെച്ചാൽ എനിക്ക് 15 മിനിറ്റ് പിടിക്കാനുള്ള സ്പേസേ ഉള്ളൂ ഫോണിൽ. ഞാൻ മുഖത്ത് സ്കിൻ കെയർ എല്ലാം ചെയ്തിരിക്കുകയാണ്. അതായത് ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എല്ലാം ഇട്ടു. നമുക്ക് ഇനി നേരെ പ്രൈമറിലേക്ക് പോകാം. അപ്പം എൻ്റെ പ്രൈമർ ഇവിടെ തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തേ വരും. ഇങ്ങനെ പ്രസ് ചെയ്യണം. അപ്പം ഇങ്ങനെ ചെയ്യിപ്പിച്ച് ഇങ്ങനെ തീർന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക. ഓക്കെ, ഞാനിവിടെ മേക്കപ്പ് ചെയ്യാൻ മാത്രമല്ല പഠിപ്പിക്കുന്നത്, എങ്ങനെ തീർന്ന പ്രൊഡക്ട്സ് അതിൽ നിന്ന് ഇങ്ങനെ ഊറ്റിയെടുക്കാനും കൂടി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വേണം. സോ അത് ഓക്കെ ആയി. നമ്മൾ 1 മിനിറ്റിന് ശേഷം ഫൗണ്ടേഷൻ ഇടുക. സോ ഞാനിവിടെ 2 കളർ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. അതായത് ഒന്ന് ശരിക്കും ഞാൻ എൻ്റെ അനിയത്തിക്കും, ഒരു ഫൗണ്ടേഷൻ എൻ്റെ അനിയത്തിക്ക് വാങ്ങിച്ചതും ഒരു ഫൗണ്ടേഷൻ എനിക്ക് വാങ്ങിച്ചതുമാണ്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഇത് രണ്ടും മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും 2 കളറാണ്. അതായത് ഇവിടെ രണ്ടുപേർക്ക് സെയിം കളർ, ഇവിടെ വേറെ കളർ. വീഡിയോയ്ക്ക് അകത്താണ് കാണാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്താണെങ്കിലും ഇത് രണ്ടും മിക്സ് ചെയ്തേക്കുമ്പോൾ നന്നായിട്ട് എനിക്ക് മുഖത്ത് എന്താ പറയാ, നന്നായിട്ട് ഒത്തിരി ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല. ഞാൻ മേക്കപ്പ് കണ്ടുള്ള വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ അത്ര ഫൗണ്ടേഷൻ ഞാൻ ഇട്ടിട്ടില്ല. കാരണം എനിക്ക് ഒത്തിരി അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടതായിട്ട് അറിയും വേണ്ട. ബട്ട് ഒരു നാച്ചുറൽ ലുക്ക്, അതാണ് എനിക്കിഷ്ടം. ബട്ട് ഇന്ത്യൻ ലുക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നല്ല ഹെവി മേക്കപ്പ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫൗണ്ടേഷൻ എടുക്കാം കേട്ടോ. ഓക്കെ, എൻ്റെ അനിയത്തിയാണ്. ഞാൻ കൺസീലർ ജസ്റ്റ് ഇവിടെ ഞാനിത് കൈകൊണ്ടാണ് ചെയ്യാറ്. കാരണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടമില്ല. ഇതാകുമ്പോൾ കുറച്ച് കയ്യിൽ പറ്റി പൊക്കോളും. ഇതിങ്ങനെ ഇപ്പൊ നമുക്ക് മേക്കപ്പ് ഫിക്സർ അടിച്ചു കൊടുക്കാം. എനിക്ക് മേക്കപ്പ് ഫിക്സർ അടിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. കാരണം ഇത് അടിക്കാൻ ഭയങ്കര പാടാണ്, മുടിയിലൊന്നും മേടിക്കാൻ. എപ്പോൾ അടിച്ചാലും എവിടെയെല്ലാം കൂടുതലായി പോകും. ഓക്കെ, ഐ ക്യാൻ ഡു ദിസ്. ഇങ്ങനെയാണോ മേക്കപ്പ് ഫിക്സർ അടിക്കുന്നത്? എനിക്ക് അറിഞ്ഞു, ഞാൻ എങ്ങനെ അടിക്കുന്നത്. നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഇങ്ങനെ ആവാൻ. അടുത്തത് ഐഷാഡോ ഇടാം. എനിക്കാണെങ്കിൽ ഐഷാഡോ ഇടാൻ അറിഞ്ഞൂടാ. ഞാൻ എപ്പോൾ ഐഷാഡോ ഇട്ടാലും കുളമാവും. ഒരു സ്റ്റൈൽ ഞാൻ ഇങ്ങനെ പിൻട്രസ്റ്റിൽ കണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐഷാഡോ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് എൻ്റെ കയ്യിൽ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, കയ്യിൽ ഇങ്ങനെ ഇട്ട് നോക്കുക. അപ്പം ആ ഷെയ്ഡ് എങ്ങനെ വരും നമുക്ക് മനസ്സിലാവുമല്ലോ, എങ്ങനെയാണ് ഇടേണ്ടതെന്ന്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഷെയ്ഡ്. ഞാൻ ഗ്ലിറ്റിടാം. ഗ്ലിറ്റർ ഇവിടെ എൻഡിലാണ് ചെയ്തേക്കുന്നത്. ഗ്ലിറ്റ് ഇച്ചിരി കൊടുക്കുക. പിങ്ക് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഗ്ലിറ്റ് ഇനിയും കൂടി എടുത്തിട്ട് ഈ പിങ്കിലേക്ക് ഇങ്ങനെ ചേർക്കുക. ഇതുപോലെ തന്നെ ഇപ്പോഴത്തെ കണ്ണിടാം.
ഇനി ദ മെയിൻ പാർട്ട്, ഐലൈനർ. ഐബ്രോസ് ചെയ്യാം. ഓൾറെഡി ത്രെഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് വലിയ പണിയില്ല. ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ചേർന്ന് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ കോമ്പിൻ്റെ ഭാഗം എടുത്ത് ഇങ്ങനെ ചെയ്യും. അപ്പം ആ മഷി എല്ലായിടത്തും ആവും. ഇതിങ്ങനെ സെറ്റായിട്ട് വരും. ഞാൻ അതിലെന്തായാലും ഇങ്ങനെ ഒരെണ്ണം കൊടുക്കുന്നുള്ളതുകൊണ്ട് പൊട്ടി ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ ഡോട്ട് കൊടുക്കാനാണ് ആലോചിക്കണേ. ഇവിടെ ഞാനൊരു സ്റ്റാർ വരയ്ക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ 4 ഇത് വരയ്ക്കുക, നല്ല കട്ടിക്ക് തന്നെ വരയ്ക്കുക. ഇത് ചെറിയ പോയി, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇത് കുഞ്ഞു വര, ഇതിൻ്റെ ഇടയ്ക്കൊരു കുഞ്ഞു വര, ഇവിടെ ഒരു കുഞ്ഞു വര, ഇവിടെയും കൂടെ ഒരു കുഞ്ഞു വര. അപ്പോൾ കുഞ്ഞു വര വരയ്ക്കുമ്പം ബ്രഷിൽ അധികം ഇതെടുക്കരുത് കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ പോലെ കുളമായിരിക്കും. വലിയ കുഴപ്പമില്ല. ഇനിയാണ് മെയിൻ സാധനം. ഞാൻ വരയ്ക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, പക്ഷെ ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെയും കൂടി വരയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ലിപ് ലൈനർ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. ലിപ് ബാം ഇടാൻ മറന്നു. ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ സ്കിൻ കെയർ ചെയ്യുന്നതിന് ലിപ് ബാം ഇടണം കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ലിപ്പ് പോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും നിങ്ങളുടെ. സോ ഞാനിനി ജ്വല്ലറിയിലിട്ട്, കമ്മലിട്ട്, മാലയിട്ട് എല്ലാം ചെയ്ത് ഡ്രസ്സൊക്കെ സെറ്റാക്കിയിട്ട് ഞാനൊരു ഫുൾ ലുക്ക് നിങ്ങളെ കാണിക്കാം. യാ, ലാസ്റ്റ് ഞാനിവിടെ ഇയറിങ്സ് ഇട്ടു. ഒരു ശരിക്കും മൂക്കുത്തിയാണ്, ഞാനത് ചെവി കുത്തി. ഇത് മൂക്കുത്തിയല്ലേ? അത് മൂക്കുത്തിയാ? ഇത് ചെവി വെക്കുന്ന സാധനം. ഇത് ചെവി വെക്കുന്ന സാധനം, ഇത് മൂക്കുത്തി. നല്ല സാനിറ്റൈസർ ഇട്ട് ഉപയോഗിച്ചാൽ മതി എല്ലാ സാധനങ്ങളും. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ കുറച്ച് ട്രാൻസിഷനൊക്കെ പിടിക്കാൻ പോകാം, അതിലെ ക്ലിപ്സൊക്കെ ഞാൻ കാണിക്കാം. ഞാൻ ഫുൾ ലുക്ക് ഇവിടെ വെച്ച് കാണിക്കാം. ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. നെക്ക് ഞാൻ വിചാരിച്ചേക്കാൾ നല്ല ഭംഗിയായിട്ട് നെക്ക് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ മേക്കപ്പ്. ട്രാൻസിഷൻ ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തു. അപ്പോൾ ട്രാൻസിഷൻ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബ് ഷോർട്സിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണേ. ടാറ്റാ.